താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഈ വിജയത്തിന് കാരണം എൻ്റെ ലോഗോസ് ലാക്ടോ കമ്പനിയുടെ ഹെൽത്ത് ഡ്രിങ്കാണ്, എനർജിയോൺ. മറ്റുള്ള ഹെൽത്ത് ഡ്രിങ്ക്സിന്റെ പരസ്യങ്ങൾ കണ്ടാൽ ഈ പ്രോഡക്റ്റ് കഴിക്കുന്ന കുട്ടികളെല്ലാം അതിവേഗം വളരുമെന്നും കൈ ഉയർത്തിപ്പിടിച്ചാൽ മാങ്ങ പറിക്കാമെന്നും അങ്ങനെയുള്ള ഒരു പരസ്യമേ അല്ല നമ്മുടേത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് മറ്റ് ഹെൽത്ത് ഡ്രിങ്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് റോക്കറ്റ് പോലെ 70% മാർക്കറ്റ് ഷെയർ എനർജിയോൺ പിടിച്ചടക്കിയത്. ഒരേ ഒരു വർഷം കൊണ്ട് എനർജിയോൺ കുട്ടികളുടെ മെമ്മറി പവറിനെയും ശരീര മാസക്കണക്കുമല്ല, വർഷക്കണക്കുമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ. Okay, sir. Ma'am, do you have an invitation? I don't have an invitation. Ma'am, I am sorry, ma'am. My friend invited. That's fine. Suresh. Ma'am, you can go. ഈ ഒരു സ്ഥാനം കരസ്ഥമാക്കുവാൻ വേണ്ടി 10 വർഷം മുമ്പ് ഇന്നെന്റെ കമ്പനിയിൽ സീനിയേഴ്സ് ആയിരിക്കുന്നവരുടെ അടുത്ത് ജോലി ചോദിച്ച് ഞാൻ പോയിരുന്നു. എനർജിയോൺ പ്രോജക്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തു. ഇതുപോലെ 1000 പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കി ഓടിപ്പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നപ്പോൾ ഒരു ദൈവവുമില്ലായിരുന്നു എന്നെ രക്ഷിക്കാൻ. എന്നാൽ എനിക്കന്ന് ദൈവമായി തോന്നിയത് ഈ ഇരിക്കുന്ന സുധയാണ്, എന്റെ സ്നേഹനിധിയായ ഭാര്യ. എല്ലാ ആശകളും നശിച്ച് നിരാശനായിരിക്കുന്ന എനിക്ക് അന്ന് ഊർജം പകർന്നു തന്നത് എന്റെ ഭാര്യയാണ്. പല ഇന്റർനാഷണൽ കമ്പനികൾ കൊളാബറേഷൻ എന്നും പാർട്ണർഷിപ്പ് എന്നും പറഞ്ഞ് മില്യൺ കണക്കിന് സംസാരിച്ച് എന്റെ കമ്പനിയെ ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലാക്കാൻ ശ്രമിച്ചു നോക്കി. നോ, ഐ വിൽ നോട്ട് സെൽ മൈ കമ്പനി. I will not sell my child, my life, his prestige. Ladies and gentlemen, the future is ours. Let's celebrate. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ പ്രസന്റേഷൻ, ബ്രില്യന്റ് ഡാഡ്. നീ അതിൽ വീണ് പോയല്ലേ. അച്ഛൻ ലേഡി സെന്റിമെന്റ് അടിച്ചുവിട്ട് എനർജിയോന്റെ ടാർഗറ്റ് കൺസ്യൂമേഴ്സ് പെണ്ണുങ്ങളെയൊക്കെ വശത്താക്കി കയ്യിലെടുത്ത കണ്ടില്ലേ? വേണ്ടടാ, ഈ ബിസിനസ് ട്രിക്ക് നിന്റെ അമ്മയോട് പറഞ്ഞേക്കല്ലേ മക്കളെ. എന്നാ വാടാ, നമുക്കും പോയി രണ്ടെണ്ണം അടിക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? ഇതെന്താ ഇത്ര മെലിഞ്ഞിരിക്കുന്നേ? നീ തോറ്റ വിഷയത്തിന് പാസ്സായോ? അതെങ്ങനെ ക്ലിയർ ആവാനാ? ഇവനതൊരു ജോലിയാക്കി മാറ്റിയിരിക്കുക. എന്റെ ആന്റി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? അങ്കിൾ എന്താ ചെയ്യുന്നത് നോക്ക്. ആ പെണ്ണിനെ ആശ്വസിപ്പിക്കുന്ന കണ്ടില്ലേ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ആള് കൈവിട്ട് പോകും കേട്ടോ. ഇതത്ര കാര്യാക്കണ്ട, അഭിനയ മരങ്ങോടൻ. മരങ്ങോടെന്ന് വെച്ചാ ഇത് നിനക്ക് അറിഞ്ഞൂടെ? പെട്ടെന്ന് ഫ്യൂസ് പോകുന്നു. അവനാണെങ്കിൽ ഒന്നും അറിയാത്തവനാ. ഇവൻ 8 വയസ്സിൽ എന്താ ചെയ്തെന്ന് അതൊന്നും പറയാതെ പൊയ്ക്കേ, ഇവിടെ അങ്ങോട്ട് പൊയ്ക്കേ. Madam. Hi, I am R.R. Raghu, head of R&D department. ഞങ്ങളുടെ ഇത് ആദ്യത്തെ അസൈൻമെന്റ് ആണ്. നിങ്ങൾ ജർമ്മനും ഫ്രഞ്ചും സംസാരിക്കുമല്ലോ. ഞങ്ങളുടെ ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങളുടെ ആവശ്യം വേണ്ടി വന്നേക്കും. നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് തരുമോ പ്ലീസ്? You just keep my company card. Okay, bye. മേഡം നിങ്ങൾ സാരിയിൽ കൂടുതൽ സുന്ദരിയായിരിക്കും. അയ്യോ, ദേ മുളക് ബജ്ജി. മേഡം നിങ്ങളിത് എന്തിനാ കഴിച്ചത്? അയ്യോ, വെള്ളം കുടി. എന്താ ഈ ചെയ്തത്? നിങ്ങൾ ദിവസം വെള്ളം അടിക്കാറുണ്ടോ? എവറി ഡേ? എന്താന്നറിയില്ലേ? അത് പിന്നെ എരിയത്തില്ലേ? അത് വെള്ളമല്ല, സ്ട്രോങ് വോഡ്കയാണ്, അതും വിത്തൗട്ട് വാട്ടർ. ഇത്രയും പെട്ടെന്ന് കുടിച്ചില്ലേ? എല്ലാം രണ്ടായിട്ട് കാണും ഇനി. അച്ഛൻ വരുന്നുണ്ടോ നോക്കിയോണേ. എന്റെ കഷ്ടകാലം. ഇന്ത്യയുടെ അടുത്ത് പാകിസ്ഥാന്റെ പോലെ ദൈവം നിന്നെ എന്റെ അടുത്ത് കൊണ്ട് വെച്ചല്ലോ. ഹായ്, അതിശയമായിരിക്കുന്നു. നിങ്ങളുടെ പോലുള്ള പെൺകുട്ടികൾക്ക് ജിബ്രാന്റെ കവിതകളോടൊക്കെ താല്പര്യം എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്താ നിങ്ങൾക്കും ജിബ്രാനെ ഇഷ്ടമാണോ? കനലായി എരിയുന്ന ഹൃദയം പിളർന്ന് കൊടുങ്കാട്ടിൽ പായുന്ന കതിരവന്റെ ഒളിയാണ് പ്രണയം. എന്താണ് അവിടെ ഒരു ഭജന? വെറുതെരിടാ. പ്രണയിക്കുന്ന എല്ലാവരും മനസ്സുകൊണ്ട് കവികളാണ്. ജിബ്രാനെ വായിക്കുന്നവർക്ക് പ്രണയിക്കാതിരിക്കാൻ പറ്റില്ല. ഹായ്, ഐ ആം അഞ്ജലി. എന്നെ പിടിച്ച് വലിക്കാതെ. കണ്ടാലറിയാൻ നീ എന്നെക്കാട്ടിലും കുടിച്ചിട്ടുണ്ടെന്ന്. അയ്യോ ഇല്ലില്ല, ഞാൻ കുടിക്കാറില്ല. ഏത് ആന്റിയോടാടാ നിന്റെ ഈ കത്തി? ഞാൻ വിചാരിച്ചത് വയസ്സായ കവയത്രി ആയിരിക്കും. ഇത് കൊള്ളാലോ സാധനം. എന്റെ തലയ്ക്ക് പിടിച്ചു. നിങ്ങളെ രണ്ടായിട്ടാ കാണുന്നത്. 4 കാണുന്നെങ്കിലാ പ്രശ്നം. മേഡം അഞ്ജലി, മീറ്റ് മിസ്റ്റർ അഖിലേഷ് ആൻഡ് വിമൽ. ഞങ്ങളുടെ എൻ ഡി രാമചന്ദ്രന്റെ ഇരട്ടക്കുട്ടികളാണിവർ. പേപ്പറിൽ വായിച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടട്ടെ? ഇയാൾക്ക് രഘു, നിന്നെ അച്ഛൻ വിളിക്കുന്നു. ഇയാളെ ഓടിക്കുക. വേഗം പോ, അച്ഛൻ വഴക്ക് പറയും. Okay, I gotta go now. See you sometime. Yeah.
ചെറുപ്പത്തിലെ കഥകളിലൊക്കെ നീ വായിച്ചിട്ടില്ലേ? മുല്ലപ്പൂം പിടിയേറ്റ് കിടക്കും കല്ലിലും ഉണ്ടാവും ഒരു സൗരഭ്യം. അവൾ എന്നെ നോക്കി ചിരിച്ചപ്പോ നീ എന്തിനാടാ കൈയാട്ടിയത്? നിന്നെ നോക്കിയോ? യാ, എടുത്ത് വശത്തോട്ട് നോക്കി എന്നെ അടക്കം. നിന്നെ വേണ്ടെന്നുള്ള ടാറ്റയായിരിക്കും അത്. സമരം ഉടനെ തന്നെ നടത്തണം. യൂണിയന്റെ ആൾക്കാരെ എല്ലാം വിളിക്കണം. നമ്മുടെ ശക്തി കാണിക്കണമെന്ന്. അതെ അതെ, എല്ലാരും താഴോട്ട് വാ. ആരും ജോലി ചെയ്യണ്ട. ഇനി ഞങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങളൊക്കെ ജോലി ചെയ്താൽ മതി. യൂണിയനിൽ അംഗമായിട്ടുള്ള ആരും ഇവിടെ ജോലി ചെയ്യാൻ പാടില്ല. എന്തിനാടാ ഇങ്ങനെ കിടന്ന് ബേളം ഉണ്ടാക്കുന്നത്? നമ്മുടെ ഡിമാൻഡ്സ് എല്ലാം അവർ അംഗീകരിക്കുന്നില്ലേ? പിന്നെ എന്തിനാ പട്ടിണി എടുക്കാൻ പോകുന്നത്? ഡിമാൻഡ്സ് ഉണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം വേണ്ടി വന്നാൽ പിന്നെ അത് അവർ അംഗീകരിക്കില്ല. ദേ, ഞങ്ങൾക്ക് ഈ സമരത്തിന് താല്പര്യമില്ല. എന്റെ പ്രിയപ്പെട്ട യൂണിയൻ സഖാക്കളെ, ഈ കമ്പനി ലാഭത്തിലാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് മാനേജ്മെന്റിനോട് നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചുകൂടാ? എന്തൊരു നാറ്റം! എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവന്മാർ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. എടാ, ഇവര് നമ്മുടെ കമ്പനിക്ക് എതിരായിട്ടില്ല സമരം ചെയ്തത്. ഇവരുടെ വേർപാടാ നമ്മുടെ ആഹാരം. ഇവരെന്തിനാ നീ ഇവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കാം. നമസ്കാരം. നിങ്ങളുടെ സമരം വിജയിക്കാൻ ആശംസകൾ. അകത്ത് പോയിരിക്കാം. ഇവിടെയോ? അവർക്കുള്ള വിശപ്പിന് നമ്മളെ കൈവച്ചാലോ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഈ മുതലാളിമാർ നമ്മുടെ രക്തം ഊറ്റിയെടുത്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. എനിക്കൊന്നേ ചോദിക്കുവാനുള്ളൂ. ഞാൻ ഇവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു. മെഡിക്കൽ, എഡ്യൂക്കേഷൻ അലവൻസ്, ഗ്രാറ്റുവിറ്റി, ബോണസ്, ക്വാർട്ടേഴ്സ്, ഇതെല്ലാം കൊടുത്തിട്ട് സമരം ചെയ്യുന്നു. യുവന്മാരെന്താ ഇവിടെ? എന്നെ നാണം കെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടും കൂടെ. ഡാഡിന്റെ ഈ വിപ്ലവകാരി പുത്രനെ കൊണ്ട് ഞാൻ തോറ്റു. വെക്കടാ ഫോൺ. ഓക്കെ സാർ, ഇത് ഇവരുടെ ബുദ്ധിയാണെന്ന് തോന്നുന്നില്ല. വേറെ ഏതോ കമ്പനി ചെയ്യിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ദിനേഷ്, നീ എന്റെ കമ്പനി ചീഫാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണോ കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ എന്നോട് പറയുന്നത്? ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചേ മതിയാകൂ. ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചേ മതിയാകൂ. ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചേ മതിയാകൂ. ഇല്ല, ഞങ്ങൾ പിന്മാറില്ല. ഇല്ല, ദാമു, ഞാനൊന്ന് പോയിട്ട് വാ. സഞ്ചിക്കാതെ തന്നെ വെക്കടാ. ആരെങ്കിലും കാണും വിവരമില്ലാത്തവൻ. എടാ ഭയങ്കര. സാറേ, നിങ്ങൾ അവിടേക്ക് വന്ന് രണ്ട് വാക്ക് പറ സാറേ. അയ്യോ, സാറേ എന്നിട്ട് വന്നേ. സഖാക്കളെ, ചരിത്രം മാറ്റി എഴുതുവാൻ വേണ്ടി സമരം ചെയ്തേ മതിയാവും. നിങ്ങൾ ഈ നിരാഹാര സത്യാഗ്രഹം തുടർന്നു വന്നാൽ നിങ്ങളുടെ അവകാശങ്ങൾ തീർച്ചയായും ലഭിക്കും. തനിയെ ഒന്നും വരാൻ പോകുന്നില്ല. ഫോൺ ചെയ്താലേ വരൂ. Come on, baby. കൊതിയായിട്ട് വയ്യ. ഇനി നോക്കിക്കോ നിരാഹാരം എവിടെ വരെ എത്തുന്നു. പ്ലീസ് കം. താങ്ക് യു. 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ. 1200 രൂപ ബാലൻസ് ടിപ്പായിട്ട് വെച്ചോ. ഏയ്, സ്പൈസി ലെഗ്. വാണ്ട് 1 കടി? നോ വേണ്ടേ? അയ്യോ, ഓക്കെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരാളെങ്കിലും പട്ടിണി കിടന്നാ ഈ ലോകത്തെ നശിപ്പിക്കണമെന്ന്? അങ്ങനെ ആരാടാ പറഞ്ഞത്? നിന്റെ അപ്പൂപ്പൻ. ആശ്വാസമായി. അതുകൊണ്ടാണ് വയറിന് നല്ല സുഖമില്ല. ലീഡറെ കക്കൂസിലല്ലേ പോയിന്ന് പറഞ്ഞു. പിന്നെന്താ ഒരു ബിരിയാണി വാസന? ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട്. അതാ. അല്ലല്ലോ, സ്മെൽ എന്താ സ്ഥലം മാറി വായിന്ന് വരുന്നത്? കക്കൂസിലേക്കല്ലേ പോയത്? എന്ത്? ഞാൻ ഛർദിച്ചു, അതുകൊണ്ടാ. ഞങ്ങൾക്ക് പോണം ബാത്റൂമിൽ. എന്താ എല്ലാവരോടും ഒന്നിച്ചങ്ങനെ ബാത്റൂമിൽ പോകുന്നു? ആദ്യം നിങ്ങൾക്ക് വന്നു, നിങ്ങൾ പോയിട്ട് വന്നു. ഇനി ഞങ്ങൾക്ക് പോണോന്നേ. ഏയ്, ഇതാരെ ഇവിടെ കൊണ്ടുവന്നേ? പറ്റിച്ചിട്ടൊന്നും ചിരിക്കാതെ. സത്യം പറയടാ. നീയാണോ? എന്റെ സഖാവായ അയാളെ അടിക്കാതെ ഇങ്ങനെ അടിച്ചാൽ അയാൾ ചത്തുപോകില്ലേ? അയാൾക്ക് ഡയബറ്റീസ് ഉള്ള മനുഷ്യനാ. ചത്തുപോയ സമാധാനം പറയേണ്ടി വരും. നിരാഹാരത്തിന്റെ ഗതി കണ്ടോ? ഈ ചിക്കന്റെ കാൽ എന്റെ കയ്യിലുള്ളേ. കണ്ടില്ല ലീഡർ തല്ലുന്നത്? പോയി ചോദിക്കെന്താന്ന്. പോയി പിടിച്ച് മാറ്റ്. തല്ലി കൊല്ലോ. വാടാ ഇടിയ, നിനക്കെല്ലാം കളിയാ. സമരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിനക്ക് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാ. ഒന്ന് നിർത്തണം നിന്റെ ഒരു ലെക്ചർ. പണ്ഡിറ്റ് സാറ് എന്നോടൊരു കാര്യം പറയാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടിച്ചുകൊണ്ട് പോയ വർക്കേഴ്സിനെ വിടാൻ പറഞ്ഞു. അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണ്ട പ്ലീസ്. ഓക്കെ സാർ. ശരി സാർ. ഡോ, എല്ലാരും ഇറക്കി വിട. റിലീസ് ചെയ്യാൻ ഓർഡർ വന്നു.
വാ വാ ഇറങ്ങ ഇറങ്ങ്. ഞാൻ മുമ്പേ ഒരു ജോലി ഏൽപ്പിച്ചില്ലായിരുന്നു. എന്ത് ചെയ്യാൻ ഇവൻ പറഞ്ഞേ കേട്ടിട്ട് ഇവന്റെ കൂടെ വന്നതാ. നമുക്ക് ഇത് തന്നെ പറഞ്ഞു. വല്ല ആവശ്യമുണ്ടോ? നീയൊക്കെ വല്ല പണിയും പോയി നോക്കാം. ഇങ്ങോട്ട് വന്നേക്കരുത്. പൊക്കോ. പൊക്കോ, പൊക്കോ. സാർ എവിടെ ഉള്ളത്? എനിക്കൊന്ന് കാണണമായിരുന്നു. പ്രൊഡക്ഷൻ 2 മാസം നിർത്തി വെക്കുന്നല്ല എന്നോട് പറഞ്ഞത്. എന്താടാ ആ കാര്യം നീ മറന്നുപോയോ? കാശ് വാങ്ങിയിട്ട് തോന്നിയ ദിവസം കാണിക്കുക. സാറേ, മാനേജിംഗ് ഡയറക്ടറെ മക്കൾ വന്ന് ആകെ പടയെല്ലാം കുളവാക്കി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം സാറേ. ഇത് ചതിയാണ്. എനർജി ഓൺ ഫോർമുല എനിക്ക് തന്നെ വേണം. അതിനാണ് ഞാൻ പണം തന്നത്. എനിക്ക് കുറച്ച് സമയം താ. ആ ഫോർമുല ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുതരാം.